ഹായ് ഓൾ. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ ബേസിക്കലി ഒരു 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻഡിജേഴ്സ്. അതായത് 0, -1, 1, 2, അതായത് എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡിജേഴ്സും. പിന്നെ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡിജേഴ്സിന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ തേർഡായിട്ട് വരുന്ന ഹോൾ നമ്പർ, അതായത് ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്താൽ അത് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. 0, 1, 2, ആ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡിജേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. പ്രൈം നമ്പർ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൈമാണ് പ്രൈം നമ്പർ. കാരണം നമ്മൾ ഇനി വരാൻ പോകുന്ന ടോപ്പിൽ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈം നമ്പറോട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു നമ്പറും ഒന്നുകൊണ്ട് മാത്രമേ അതിന് ഫാക്ടറായിട്ട് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ 3 എടുത്താൽ 3 നമുക്ക് 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈപ്പ് ഓഫ് നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പർ, അതായത് 0യും 1ഉം അല്ലാത്ത എല്ലാ നോൺ പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഇനിഷ്യലി പറഞ്ഞതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ അകത്തുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ നോക്കാം. 0 or 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ലാത്ത നമ്പേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ 2, അതായത് ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ ആണ് 2. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. അതായത് 100ൻ്റെ അടിയിൽ വരുന്ന 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കാണാണ്ട് പഠിക്കണമെന്നില്ല, ബട്ട് ജസ്റ്റ് നോക്കി വെക്കുക, കാരണം ഇത് നമുക്ക് കുറേ സ്ഥലത്ത് യൂസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പാർട്ടാണ്. മിക്ക ആപ്റ്റിറ്റ്യൂഡിൻ്റെ അത് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായുള്ളൊരു വഴിയാണിത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ നമ്പറിനെക്കാട്ടും തൊട്ടടുത്തുള്ള സ്ക്വയർ റൂട്ടുള്ള നമ്പർ എടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്പർ ഇപ്പം 23 ആണെങ്കിൽ ഈ 23ൻ്റെ തൊട്ടടുത്ത് സ്ക്വയർ റൂട്ടുള്ള നമ്പർ ഏതാണ്? 36 അല്ലേ? ഇപ്പോൾ 36ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ അത് വരുന്നത് 6ആണ്. എന്നിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ 6നെക്കാട്ടും ചെറിയ ഇതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്, അതായത് ഏതൊക്കെ? 2, 3, 5. ഈ പ്രൈം നമ്പേഴ്സിനെ കൊണ്ട് നമുക്ക് ഈ 23നെ, അതായത് നമുക്ക് പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് കാണേണ്ട നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇതിനെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, 2 കൊണ്ട് 23 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് 23 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് 23 ഡിവൈഡ് പറ്റില്ല. സോ 23 ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ കോൺസെപ്റ്റ് പ്രൈം നമ്പറിനെ കുറിച്ചാണ്. അപ്പം മിക്ക ക്വസ്റ്റ്യൻ്റെ അകത്തും മിക്ക ആപ്റ്റിറ്റ്യൂഡിൻ്റെ അകത്തും നമ്മൾ കാണുന്ന ഒന്നാണ് പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കി തരാം. നമുക്കവിടെ ഇനിഷ്യലി ചോദിച്ചത് 241 എന്ന നമ്പർ പ്രൈം ആണോ അല്ലേ എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ 241നെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള സ്ക്വയർ റൂട്ടുള്ള നമ്പർ ഏതാ നോക്കുക. അതേതാണ്? ഈ കേസിൽ അത് 256 ആണ്, 256 ആണ്. ഓക്കെ, 256ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? അത് 16 ആണ്. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ 16നെക്കാട്ടും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അത് ഏതൊക്കെയാണ്? 2 പ്രൈം നമ്പറാണ്, 3, അതുപോലെ തന്നെ 5, 7, 11, 13. ഈ നമ്പേഴ്സാണ് 16നെക്കാട്ടും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രൈം ആണോ അല്ലയോ എന്ന് കാണേണ്ട ഒരു നമ്പർ ഉണ്ടാവില്ല. ഈ കേസിൽ അത് 241 ആണ്. ഈ നമ്പറിനെ നമ്മളിപ്പം എടുത്ത പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഈ കേസിൽ നമുക്ക് എടുത്തു നോക്കാം. 2 കൊണ്ട് 244 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 11 കൊണ്ട് പറ്റില്ല, 13 കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് 241 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, ഈ രീതിക്കാണ് പ്രൈം ആണ് അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 337, അതായത് 337, 337. ഈ നമ്പർ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ നമ്പറിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള സ്ക്വയർ റൂട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കാം. അത് 361 ആണ്. ഓക്കെ, 361ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ? 19 ആണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 19നെക്കാട്ടും ചെറുതായുള്ള പ്രൈം നമ്പേഴ്സ് ഏതാക്കാം. അത് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13, അതുപോലെ തന്നെ 17. ഇതൊക്കെയാണ് 19നെക്കാട്ടും ചെറുതായുള്ള പ്രൈം നമ്പേഴ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താണ്? ഈ നമ്പേഴ്സ് നമുക്കിപ്പോൾ എടുത്ത പ്രൈം നമ്പേഴ്സിനെ കൊണ്ട് ഈ 337 എന്ന നമ്പറെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.
2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 11 കൊണ്ട് പറ്റില്ല, 13 കൊണ്ട് പറ്റില്ല, 17 കൊണ്ട് പറ്റില്ല. മീൻസ് 337 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ. പിന്നെ ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് 391ഉം 571. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് ഡിവിസിബിലിറ്റി റൂൾ. അതായത് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏത് നമ്പർ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം 2 പറഞ്ഞ നമ്പർ കൊണ്ട് ഏതൊക്കെ നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്പേഴ്സ് എന്തായിരിക്കണം? ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ 3 ആണെങ്കിൽ എന്താ റൂൾ എന്ന് വെച്ചാൽ സം ഓഫ് ദ നമ്പേഴ്സ് ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം 18 എടുത്താൽ 18ൻ്റെ സം ഓഫ് നമ്പേഴ്സ് എത്രയാണ്? 1 + 8 ആണ്. അത് എത്രയാണ് വരുന്നത്? 9 ആണ് വരുന്നത്. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റും. മീൻസ് 18ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നെക്സ്റ്റ് കേസ് വരുന്നത് 4 ആണ്. 4ൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ഡിജിറ്റ്. ഫോർ എക്സാമ്പിൾ 1 2 3 2. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താൽ ഇതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാണ്? 3 2 ആണ്. ഈ 3 2 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മീൻസ് ഈ 1 2 3 2 ടോട്ടൽ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് 5 ആണ്. 5ൻ്റെ കേസ് എല്ലാവർക്കും അറിയുണ്ടാവും. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം. എന്നാൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് 6 ആണ്. 6ൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ആ നമ്പർ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ റൂൾ എന്താണെന്ന് അറിയാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള റൂൾ എന്താണ്? അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ കുറച്ചൊരു ഡിഫിക്കൽട്ടായ ഒരു പാർട്ടാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളത് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ മാനുവലി ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വരുന്നത് 8 ആണ്. 8ൻ്റെ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 9ൻ്റെത് 3 പോലെ തന്നെയാണ്. സം ഓഫ് ദ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. പിന്നെ 10ൻ്റെ എല്ലാവർക്കും അറിയേണ്ട ലാസ്റ്റ് ഡിജിറ്റ് 0 ആവണം. പിന്നെ അടുത്ത് വരുന്നത് 11ൻ്റെ ആണ്. 11 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് കേട്ടോ. കുറേ സ്ഥലത്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 11 എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം 121 പറഞ്ഞ നമ്പർ എടുക്കുക. ഇതിൻ്റെ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ദ ഓഡ് നമ്പർ ഏതാണ്? 1, ഇവിടെയും 1. അപ്പം പൊസിഷൻ ഏതാണ് വരുന്നത്? 1ാമത്തെ പൊസിഷനും 3ാമത്തെ പൊസിഷൻ. ഓഡ് പൊസിഷനിലെ സം എടുക്കുക. എത്രയാണ്? 1 + 1. അത് എത്ര വരുന്നത്? 2 അല്ലേ? അതിന് ഈവൻ പൊസിഷനിലെ നമ്പേഴ്സിൻ്റെ സം എത്രയാണ് വരുന്നത്? 2 മാത്രമേ ഉള്ളൂ. 2. അതായത് ഓഡ് പൊസിഷനിലെ നമ്പേഴ്സിൻ്റെ സം, അതായത് 2 മൈനസ് ഈവൻ പൊസിഷനിലെ ഡിജിറ്റുകളുടെ സം എത്ര? 2. എത്ര വരുന്നത്? 0 ആണ് വരുന്നത്. മീൻസ് ആ കിട്ടുന്ന നമ്പറിനെ 11 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 0/11 ഡിവിസിബിൾ ആണ്. അപ്പം ഈ 121 എന്ന നമ്പർ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ നോട്ടുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ അത് നോക്കി കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ ഡിവിസിബിലിറ്റിൻ്റെ അതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതിൻ്റെ അതിപ്പോൾ ചോദിച്ചതാണ് വാട്ട് ലീസ്റ്റ് വാല്യൂ മസ്റ്റ് ബി അസൈൻ ടു സ്റ്റാർ സോ ദാറ്റ് ദ നമ്പർ, ഒരു നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9. അപ്പോൾ 9 ഡിവിസിബിലിറ്റി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്തായിരിക്കണം? സം ഓഫ് ദ ഡിജിറ്റ് ഡിവിസിബിൾ ആയി 9 ആയിരിക്കണം. അപ്പം നമുക്ക് എന്താ ചെയ്ത് നോക്കിയാൽ മതി? ഈ എല്ലാ നമ്പറും കൂടി സം ചെയ്തിട്ട് അതിൻ്റെ കൂടെ സ്റ്റാർ കൊണ്ട് സം ചെയ്താൽ കിട്ടുന്ന നമ്പർ എന്തായിരിക്കണം? 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സം ചെയ്ത് നോക്കാം നമുക്ക്. 1 + 9 + 7 + സ്റ്റാർ നമുക്ക് എക്സ് പറഞ്ഞ വാല്യൂ കൊടുക്കാം. ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി സ്റ്റാർ ഈക്വൽ ടു എക്സ് ആണ്. എക്സ് + 5 + 4 + 6 + 2. ഇതെന്താണ് വരിക? ഇത് നിങ്ങൾ സം ചെയ്ത് നോക്കിയാൽ മതി. 34 വരും. ഓക്കെ. 34 പ്ലസ് എന്താ വരിക? എക്സ് വരും. ഈ 34 + x എന്തായിരിക്കണം? 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഈ 34 + x 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 9 കൊണ്ട് ഡിവിസിബിൾ 36 ആയിരിക്കണ്ടേ? അപ്പം എക്സ് എന്താണ്? 2 ആണ്. അപ്പം വാല്യൂ വരുന്നത് 36 ആണ്. 36 നമ്പർ എന്താണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിവിസിബിലിറ്റിനകത്ത് മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാറ്. ഓക്കെ. ഡിവിസിബിലിറ്റി നെക്സ്റ്റ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ ഒരു നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. നിങ്ങൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ 94 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. ഈ 94 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ലല്ലോ. 94 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. സോ ഈ നമ്പർ എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഓക്കെ.
പിന്നെ നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 72 ആണ്. ഈ 72 പറഞ്ഞ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ എന്താണ് ഈ നമ്പർ ടോട്ടലി എന്താണ് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പം ഡിവിസിബിലിറ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞത് ഓരോ നമ്പർ, അതായത് 2, 3, 4, 5, 6, 7, 8, 9, 11 ഇത്രയും നമ്പേഴ്സിൻ്റെ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം പെട്ടെന്ന് നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴികളാണത്. സോ അത് പഠിച്ചു വെക്കുക. അതിൻ്റെ ഫുൾ നോട്ടും ഏതൊക്കെ ഡിവിസിബിൾ ആണ് പ്ലസ് എക്സാമ്പിൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് ചെക്ക് ചെയ്ത് കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിവിഷൻ തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത്. അതായത് ഫോർ എക്സാമ്പിൾ 22 ഡിവൈഡ് ബൈ 5. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിവിഡൻഡ് എന്താണ്? 22 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിവൈസർ എന്താണ്? 5 ആണ്. ഓക്കെ, ഇതിൻ്റെ ക്വോഷ്യൻ്റ് ആയിട്ട് വരുന്നത് 4 ആണ്. റിമൈൻഡർ എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എഴുതി തരാം. അതായത് 22 ഇസ് ഈക്വൽ ടു ഡിവൈസർ എത്രയാണ്? 5. എന്തുകൊണ്ടാണ് ഡിവൈഡ്? അതാണ് ഡിവൈസർ. ഇൻറ്റു എത്രയാണ്? ക്വോഷ്യൻ്റ് എത്രയാണ്? 4 പ്ലസ് എന്താണ്? 2. ഈ ഒരു സാധനം, ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് മനസ്സിലായിരിക്കുന്നു. കാരണം ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കണം. ഇത് വെച്ച് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു നമ്പറിനെ ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്തു, അപ്പം റിമൈൻഡർ ഇത്ര കിട്ടി. ഓക്കെ, നമ്പർ എത്ര എന്ന് പറയില്ല, ഡിവൈഡ് ചെയ്തത് എത്ര കൊണ്ടാണെന്ന് പറയും. പിന്നെ നെക്സ്റ്റ് ചോദിക്കാം, ആ നമ്പറിനെ വേറൊരു നമ്പറോട് ഡിവൈഡ് ചെയ്താൽ എത്ര ക്വോഷ്യൻ്റ് കിട്ടും, അല്ലെങ്കിൽ എത്ര റിമൈൻഡർ കിട്ടും. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ആ കോൺസെപ്റ്റിൻ്റെ അതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എ നമ്പർ വെൻ ഡിവൈഡ് ബൈ 6 ലീവ്സ് എ റിമൈൻഡർ 3. വെൻ ദ സ്ക്വയർ ഓഫ് ദ സെയിം നമ്പർ ഈസ് ഡിവൈഡ് ബൈ 6 ഫൈൻഡ് ദ റിമൈൻഡർ. ഓക്കെ, അപ്പം നമുക്ക് നമ്പർ എങ്ങനെ രീതിക്ക് എഴുതാം? അതിന് മുമ്പ് നമുക്ക് ക്വോഷ്യൻ്റ് എന്താക്കാം? കെ ആണ് നമ്മൾ ക്വോഷ്യൻ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നമ്പർ എങ്ങനെ എഴുതാം? നമുക്ക് നമ്പർ ഈക്വൽ ടു എന്താണ്? 6 ഇൻറ്റു കെ പ്ലസ് 3. ഈ ഫോർമാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ജസ്റ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മൾ നമ്പർ. അപ്പോൾ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? വെൻ ദ സ്ക്വയർ ഓഫ് ദ സെയിം നമ്പർ. നമ്മുടെ നമ്പർ എന്താണ്? ഇത് നമ്മുടെ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ നമുക്ക് എടുത്തു നോക്കാം. അതായത് 6k പ്ലസ് 3 എന്താണ്? ഓൾ സ്ക്വയർ. ദ സ്ക്വയർ ഓഫ് ദ സെയിം നമ്പർ ഈസ് ഡിവൈഡ് ബൈ 6 ഫൈൻഡ് ദ റിമൈൻഡർ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 36k സ്ക്വയർ പ്ലസ് 36k പ്ലസ് 9. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഈ 9 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മനസ്സിലാവും. അതായത് 36k സ്ക്വയർ പ്ലസ് 36k പ്ലസ് 6 പ്ലസ് 3. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെടുക്കാൻ പറ്റും? എല്ലാത്തിൻ്റെ അകത്തും 6 പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം 6 പുറത്തെടുത്താൽ 6 ഇൻറ്റു എന്താണ്? 6k സ്ക്വയർ പ്ലസ് 6k പ്ലസ് 1 പ്ലസ് 3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? ഈ ഒരു സാധനം എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം ഇവിടെ പുറത്ത് എന്തുണ്ട്? 6 ഉണ്ട്. അപ്പോൾ റിമൈൻഡർ ആയിട്ട് എന്തായിരിക്കും വരിക? റിമൈൻഡർ ആയിട്ട് വരുന്നത് 3 ആയിരിക്കും. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു കോൺസെപ്റ്റിനെ അത് ചോദിക്കാറ്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ ഇനീഷ്യലി പറഞ്ഞ, ഇതിന് മുമ്പ് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളെ കോൺസെപ്റ്റ് വരുന്നത് സൈക്ലിസിറ്റി ഓഫ് നമ്പർ. അതായത് ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് പവറിൽ കൊടുത്താൽ ഒരു ലിമിറ്റിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ജസ്റ്റ് എക്സാമ്പിളോട് പറഞ്ഞുതരാം. നമുക്ക് 2ൻ്റെ കേസ് എടുക്കാം. 2ൻ്റെ എടുത്താൽ 2⁻1 എന്താണ്? 2 ആണ്. 2 സ്ക്വയർ 4 ആണ്. 2⁻2 അതായത് 2 ക്യൂബ് എന്താണ്? 8 ആണ് വരുന്നത്. 2⁻4 16 ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2⁻5 32 ആണ്. 2⁻6 എന്താണ്? 64 ആണ് വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഇവിടെ 2 വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞേരം ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 4 8 6 യൂണിറ്റ് എടുത്ത് നോക്കിയാൽ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം 6 കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്തായി?
2 റിപ്പീറ്റായി. അത് കഴിഞ്ഞ ശേഷം എന്തായി, ഇവിടെ എന്തായി 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 2ൻ്റെ നമുക്ക് ഏതൊക്കെ പറയാം, 2 പറയാം, 4 പറയാം, 8 പറയാം, 6 പറയാം. മീൻസ് 2നെ ഏതൊരു പവർ കൊണ്ട് റേസ് ചെയ്താലും യൂണിറ്റ് ഡിജിറ്റിൽ ഈ 4 സാധനങ്ങളെ വരുള്ളൂ, ഈ 4 ഡിജിറ്റേ വരുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെ കേസും കൃത്യമായിട്ടുണ്ട്, നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാണ്ട് പഠിക്കാനെങ്കിൽ കാണാണ്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ സമയത്തിന് ചെയ്ത് നോക്കിയാൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന രീതിക്കാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കാണാണ്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, കാണാണ്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ആ സമയത്ത് അത് ചെയ്തെടുത്താലും മതി. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അതായത് യൂണിറ്റ് ഡിജിറ്റ് കാണാനുള്ള ജസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രൊഡക്റ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതൊരു ട്രിക്കി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ട്രിക്കിയാണ്. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് എന്താ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയായിരിക്കും, 81 ഇൻറ്റു 82 ഇൻറ്റു 83 ഇൻറ്റു 84 ഇൻറ്റു ഇവിടെ ഒരു 85 ഉണ്ടാവും. മീൻസ് ഈ 5 ഇൻറ്റു 2 എന്തായിരിക്കും, 10 ആയിരിക്കും. അപ്പം ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താലും ലാസ്റ്റ് ഡിജിറ്റിൽ 0 ഉണ്ട്, യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറ് 2 നമ്പർ തരും, അതിന് റേസ്റ്റ് ഉണ്ടാവും, എന്നിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഇത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണോ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് ആ ലാസ്റ്റ് ഡിജിറ്റ് റേസ് ടു എന്താണോ നമ്പർ ആ നമ്പർ ചെയ്യാം, ഇൻറ്റു പ്രൊഡക്റ്റ് ചെയ്യേണ്ട നമ്പറാണോ ആ നമ്പർ 1 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് റേസ് ടു 72, ഇവിടെ 7 ആണ് ലാസ്റ്റ് ഡിജിറ്റ്, ഇവിടെ 1 ആണ്. അപ്പം 1 റേസ് ടു എന്ത് ചെയ്താലും എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം 7 റേസ് ടു 153 എന്താണെന്ന് നോക്കണം. അപ്പം ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇനീഷ്യലി പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സൈക്ലിസിറ്റി ഓഫ് നമ്പർ, അതാണ് നമ്മളിവിടെ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് 7ൻ്റെ പവറുകൾ എടുത്ത് എന്തൊക്കെ ആയിരിക്കും വരിക, 7 വരും, പിന്നെ വരുന്നത് 49 ആണ്, പിന്നെ വരുന്നത് എന്താണ് 343 ആണ്, പിന്നെ വരുന്നത് 2401 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈക്ലിസിറ്റി എടുത്ത് നോക്കി നിങ്ങൾ, ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരുന്നത് 7 വരുന്നുണ്ട്, പിന്നെ 9 വരുന്നുണ്ട്, പിന്നെ 3 വരുന്നുണ്ട്, പിന്നെ 1 വരുന്നുണ്ട്, പിന്നെ 7 ഇൻറ്റു എന്തായിരിക്കും 7 ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സൈക്ലിസിറ്റി വരുന്നത്. ഓക്കെ, അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് നോക്കേണ്ടത്, ഇപ്പം ഇവിടെ 4 നമ്പറുകളാണുള്ളത്. മീൻസ് ഈ 4 യൂണിറ്റ് ഡിജിറ്റ് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും. അപ്പം നമുക്കിവിടെ 4 നമ്പറാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണോ അതിനെ ലൈക്ക് റേസ്റ്റ് ചെയ്തത് ആ നമ്പർ കൊണ്ട് എന്താക്കണം, ഈ നമ്പറിനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇവിടെ 153 ഡിവൈഡ് ബൈ 4 ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. ഇവിടെ നമ്മൾ 4 ചെയ്യാൻ കാരണം ഇവിടെ നമുക്ക് 4 നമ്പേഴ്സാണ് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ഓക്കെ, 5 ആണെങ്കിൽ 5 നമ്പേഴ്സ് കൊണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം 153 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും, 152 കൊണ്ട് ചെയ്യാൻ പറ്റും. 152 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് റിമൈൻഡർ വരുന്നത് 1 ആണ്. അപ്പം മീൻസ് എങ്ങനെയാണ് 7 ഇൻറ്റു 152 ഇൻറ്റു 7 എന്ന രീതിക്ക് ചെയ്യാൻ പറ്റും. ഈ 152 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മീൻസ് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് 1 ഇൻറ്റു 7 ആണ് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. മീൻസ് ഇതിൻ്റെ മൊത്തം യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 7 ആയിരിക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ചെയ്യേണ്ട സിമ്പിൾ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണോ അത് റേസ് ടു നമ്പർ ഇൻറ്റു രണ്ടാമത്തെ എന്താണോ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് റേസ് ടു ആ നമ്പർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് 1 ആയതുകൊണ്ട് 1ൻ്റെത് എന്തെടുത്താലും 1 തന്നെ ആയിരിക്കും, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് കേസിൽ 7 റേസ് 153 ആണ്. 7ൻ്റെ സൈക്ലിസിറ്റി റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ് നമ്പർ വരുന്നത് 7931 ആണ്. 4 നമ്പേഴ്സ് ആണുള്ളത്. അപ്പം 4 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ 153നെ കംപ്ലീറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ 152ന് എന്തുകൊണ്ട് ചെയ്യാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഒരു 7 ബാക്കി വരും, റിമൈനിങ് ആയിട്ട് വരും. അപ്പം ആ 7 ഇൻറ്റു 1 ചെയ്താൽ എന്ത് വരും 7 വരും. മീൻസ് മൊത്തം റിമൈൻഡർ വരുന്നത് 7 ആണ്. ഓക്കെ, മൊത്തം റിമൈൻഡർ അല്ല, സോറി, യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 7 ആണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ സം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെയിം എന്താ ചോദിച്ചത് നേരത്തെ പോലെ തന്നെ നമുക്കിപ്പം മൊത്തം ഡിജിറ്റ് എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റുള്ള ഡിജിറ്റിൻ്റെ മാത്രം എന്താ മതി എടുത്താൽ മതി, യൂണിറ്റ് ഡിജിറ്റിൻ്റെ മാത്രം എടുത്താൽ മതി. 4 റേസ് ടു
102 പ്ലസ് 4 എത്രയാണ് 103 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 4ൻ്റെത് സൈക്ലിസിറ്റി നോക്കിയാൽ അതൊക്കെ ആയിരിക്കും വരിക. 4⁻1 4 ആണ്. 4 സ്ക്വയർ എന്താണ് വരുന്നത് 16 ആണ് വരുന്നത്. പിന്നെ വരുന്നത് 64 ആണ്. മീൻസ് 4 6 പിന്നെ 4 റിപ്പീറ്റ്, അതായത് 2 ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ആയിട്ട് വരുള്ളൂ, 4 അല്ലെങ്കിൽ 6. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 102 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ഇവിടെ 2 ഇതേ വരുന്നുള്ളൂ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 102 കൊണ്ട് റേസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക 6 ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് 6. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെത് 4⁻103. 103ൻ്റെത് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 102ൻ്റെ ഞാൻ പറഞ്ഞു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം വരുന്നത് 6 ഇൻറ്റു പിന്നെ എന്താ വരുന്നത് ഒരു 4 കൂടി എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, ആ 4. അപ്പം ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ 6 × 4 24 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 4. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെത് കിട്ടി 6 പ്ലസ് ഇതിൻ്റെത് കിട്ടി എന്താണ് 4. അപ്പോൾ 6 + 4 എന്താ വരിക 10 വരിക. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് 0 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇക്വേഷൻ ബേസ്, അതായത് ഒരു ഇക്വേഷൻ അത് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ടൈപ്പിനകത്ത് വരുന്നത് സമ്മാണ്, അതായത് എന്നെ വരെയുള്ള സീരീസിൻ്റെ സം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തായാലും പഠിക്കണം, കാരണം ഇത് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് ഇവിടെയും യൂസ് ആവും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഉണ്ട് ആവറേജ്, ആ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് ഇത് യൂസ് ആവും. ഓക്കെ, അപ്പം ഇവിടെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം നമ്മളോട് ചോദിച്ചു എന്താണ് 11 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് എക്സെട്ര 20 സ്ക്വയർ വരെയുള്ള സമ്മ് ചോദിച്ചു. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഡയറക്റ്റ്ലി കാണാനുള്ള ഇക്വേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഇക്വേഷൻ അറിയാം, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര 20 സ്ക്വയർ വരെയുള്ള കാണുന്ന സമ്മിൻ്റെ ഇക്വേഷൻ. അതെന്താണ് n × n+1 × 2n+1 എന്താണ് 6 ആണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് എവിടെ വരെയുള്ള അറിയാം, നമ്മളോട് കാണാൻ പറഞ്ഞത് 11 മുതലുള്ളതാണ്. അപ്പം നമുക്ക് വേറെ ഏത് അറിയാം, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര 11 സ്ക്വയറിൻ്റെ സം എന്താണെന്ന് നമുക്കറിയാം. അതും n × n+1 × 2n+1/6 ആണെന്ന് അറിയാം. അപ്പം ഇതിൻ്റെ രണ്ടിനകത്തും ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 11 സ്ക്വയർ മുതൽ 20 സ്ക്വയർ വരെയുള്ള സമ്മ് കിട്ടും. ഈ n എന്താണെന്ന് വെച്ചാൽ ഇവിടെ n വരുന്നത് 20 ആണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ n വരുന്നത് 11 ആണ്. ഓക്കെ, അപ്പം ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാറ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്. അതായത് കുറേ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ്. ഇതെന്തായാലും നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ഇതിൻ്റെ അകത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടാൽ ഭയങ്കര വലിയ സംഭവം തോന്നും, ബട്ട് ഈ ഇക്വേഷൻസ് അറിയെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ ഭയങ്കര എന്ത് സംഭവം തോന്നുന്നു, പക്ഷേ സിമ്പിളാണ്. നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കും. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് എന്താക്കാം, ഈ 789 എന്നുള്ളത് നമുക്ക് എ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ 211 എന്നുള്ളത് ബി ആക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതിനെ ഏത് രീതിക്ക് മാറ്റാൻ പറ്റുമെന്ന് അറിയോ, a³ പ്ലസ് b³ ബൈ a² മൈനസ് ab പ്ലസ് b². ഈ സാധനം എവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ലൈക്ക് ഈ ഇക്വേഷൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതെവിടെയാണ്, അതായത് a³ പ്ലസ് b³ എന്താണ് a പ്ലസ് ബി ഇൻറ്റു a² പ്ലസ് b² മൈനസ് ab ആണ്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് a³ പ്ലസ് b³ ഡിവൈഡഡ് ബൈ a² പ്ലസ് b² മൈനസ് ab എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ഉള്ളത്. അതെന്താണ് a പ്ലസ് ബി ആണ്. മീൻസ് സിമ്പിളായിട്ട് നമ്മൾ ഇത് എന്ത് കണ്ടാൽ മതി, a പ്ലസ് ബി കണ്ടാൽ മതി. അതായത് 789 പ്ലസ് 211 എന്ത് നമ്മളെ ആൻസർ. നിങ്ങളിത് കണ്ടാൽ ഭയങ്കര സംഭവമായി തോന്നും, ബട്ട് ഇത് രണ്ട് ഏഡ് ചെയ്തതിന് ആൻസർ കിട്ടും. ബട്ട് ഇത് അറിയണമെങ്കിൽ എന്താവണം, നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് അറിയാം. അതുകൊണ്ട് ആ ഇക്വേഷൻസ് കമ്പൽസറി ആയിട്ട് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇക്വേഷൻസും ഈ ഫുൾ നോട്ടും
നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐ ഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.